ഹലോ ഫ്രണ്ട്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് പാർട്ട് 14 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വിസ്കോസിറ്റി. നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ വിസ്കോസിറ്റി സംബന്ധിക്കുന്ന എല്ലാത്തരം കോൺസെപ്റ്റുകളും നമ്മൾ ഈ വീഡിയോയിൽ വർക്കൗട്ട് ചെയ്യും. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. വിസ്കോസിറ്റി. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഇൻക്ലൈൻഡ് സർഫസ് ഉണ്ട്. ഈ സർഫസിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു തുള്ളി വാട്ടറിന് ഡ്രോപ്പ് പോകാൻ പോവുകയാണ്. സോ ഇത് വാട്ടർ ഡ്രോപ്പാണ്. ഇനി തൊട്ടടുത്തായിട്ട് ഞാൻ ഹണിയുടെ ഒരു ഡ്രോപ്പ് വെച്ചു. സോ ഇത് ഹണിയുടെ ഡ്രോപ്പാണ്. ഇനി ഇതിനടുത്തായിട്ട് ഞാൻ ടൂത്ത് പേസ്റ്റിൻ്റെയും ഒരു ഡ്രോപ്പ് വെച്ചു. സോ ഇത് ടൂത്ത് പേസ്റ്റിൻ്റെ ഡ്രോപ്പാണ്. നമുക്കറിയാം, ഇങ്ങനെ ഡ്രോപ്പ് വെച്ചാൽ, ഇങ്ങനെ വാട്ടർ ഡ്രോപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ വാട്ടർ ഡ്രോപ്പ് ആണെങ്കിൽ പെട്ടെന്ന് താഴേക്ക് ഒഴുകും, ഒരു ഫ്ലോ ഉണ്ടാകും. പക്ഷേ ഹണിയെ നോക്കിക്കഴിഞ്ഞാൽ ഹണിയിലാണെങ്കിൽ അത്രയും വലിയ ഫ്ലോ ഉണ്ടാകുകയില്ല. പക്ഷേ എന്നാലും ഹണി താഴേക്ക് ഒഴുകുക തന്നെ ചെയ്യും. ഇനി ടൂത്ത് പേസ്റ്റിൻ്റെ കാര്യമാണെങ്കിലോ അത് ചിലപ്പോൾ ചലിക്കത്ത് കൂടിയില്ല. അപ്പോൾ ഇത് മൂന്നും ഫ്ലൂയിഡാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ടൂത്ത് പേസ്റ്റിന് ഇതുപോലെ ചലനമില്ലാഞ്ഞത്, അതുപോലെ ഫ്ലോ ഇല്ലാഞ്ഞത്? അപ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്. ഫ്ലൂയിഡ്സിൻ്റെ ഇത്തരം സ്പെഷ്യൽ പ്രോപ്പർട്ടിയെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വിസ്കോസിറ്റി. ഫ്ലൂയിഡിൻ്റെ ഇത്തരം പ്രോപ്പർട്ടീസ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് ഫ്ലൂയിഡിനെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഇവിടെ എൻ്റെ കയ്യിലൊരു ടേബിളുണ്ട്. ഈ ടേബിളിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഫ്ലൂയിഡിനെ ഒഴിക്കാൻ പോവുകയാണ്. സോ ഈ ഫ്ലൂയിഡ് ആണെങ്കിൽ ഇങ്ങോട്ട് ഒഴുകുകയാണ്. നമുക്കറിയാം, ഒരു ഫ്ലൂയിഡ് ആണെങ്കിൽ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് വ്യത്യസ്തങ്ങളായ പാളികളായിട്ടാണ്, ലെയേഴ്സ് ആയിട്ടാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ, ഇത് സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, അങ്ങനെ അനേകായിരം ലെയേഴ്സായിട്ടാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ ഒരു ലെയർ മറ്റൊരു ലെയറിൻ്റെ മുകളിലൂടെ തെന്നി നീങ്ങുമ്പോൾ ലെയറിനിടയിൽ ഫ്രിക്ഷനും ഉണ്ടാകുന്നുണ്ട്. സോ ഒരു ലെയർ ആണെങ്കിൽ മറ്റൊരു ലെയറിൻ്റെ മുകളിലൂടെ തെന്നി നീങ്ങുമ്പോൾ ഈ ലെയേഴ്സിനിടയിൽ എന്തുണ്ടാകും? ഫ്രിക്ഷൻ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെയറിനെ കൺസിഡർ ചെയ്യാം. ഈ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ ആരാണ്? അവിടെ എയർ ആണ്. ഇനി ഫസ്റ്റ് ലെയറിൻ്റെ താഴെ ആരാണ്? അത് ലിക്വിഡാണ്. സോ ഫസ്റ്റ് ലെയർ ആണെങ്കിൽ ഒഴുകുന്നത് എങ്ങനെയാണ്? മുകളിൽ എയറും താഴെ ലിക്വിഡും ഉള്ള രണ്ട് ഭാഗങ്ങളിലൂടെയാണ് ഇത് തെന്നി നീങ്ങുന്നത്. അങ്ങനെ ഫസ്റ്റ് ലെയർ തെന്നി നീങ്ങുമ്പോൾ ഇതിന് ഒഴുകുവാൻ അത്ര പ്രയാസം ഉണ്ടാകുകയില്ല. കാരണം എന്താണ്? മുകളിൽ എയർ ആണ്. അതുപോലെ ഈ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ മറ്റൊരു ലെയർ ഇല്ല. അതുകൊണ്ട് ഇവന് വലിയ പ്രയാസം കൂടാതെ ഒഴുകുവാൻ കഴിയും. സോ ഫസ്റ്റ് ലെയർ ആണെങ്കിൽ നല്ല സ്പീഡിൽ ഒഴുകും. ഇനി സെക്കൻഡ് ലെയറിൻ്റെ കാര്യം നോക്കിയാലോ. സെക്കൻഡ് ലെയറിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ കയറിയിരിപ്പുണ്ട്. സോ ഇത്രയും ഭാരവും കൂടെ ഈ സെക്കൻഡ് ലെയർ വഹിക്കണം. അതുകൊണ്ട് സെക്കൻഡ് ലെയറിൻ്റെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, ഈ ലെയറുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കുറച്ച് കൂടുതലായിരിക്കും. അതുമാത്രമല്ല, എയറിനേക്കാളും ഫ്രിക്ഷൻ കൂടുതലാണ് ഫ്ലൂയിഡിന്. സോ ഇവിടെ ഒഴുകുവാൻ നന്നേ പ്രയാസമുണ്ട്. ആരെക്കാളും പ്രയാസമുണ്ട്? ഫസ്റ്റ് ലെയറിനേക്കാളും പ്രയാസമുണ്ട് ഈ സെക്കൻഡ് ലെയറിന് ഒഴുകുവാൻ. സോ സെക്കൻഡ് ലെയറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെയറിനേക്കാളും കുറവായിരിക്കും. ഇനി തേർഡ് ലെയർ നോക്കിയാലോ. തേർഡ് ലെയറിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറും ഫസ്റ്റ് ലെയറും കയറിയിരിപ്പുണ്ട്. അതുകൊണ്ട് തേർഡ് ലെയറിന് ഒഴുകുവാൻ കുറച്ചുകൂടെ പ്രയാസമായിരിക്കും. സോ തേർഡ് ലെയറിൻ്റെ സ്പീഡ് കുറച്ചുകൂടി കുറവായിരിക്കും. ഇനി ഫോർത്ത് ലെയർ ആണെങ്കിലോ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ഒഴുകുന്നത് ഈ താഴെയുള്ള ബോട്ടം ലെയർ ആണ്. കാരണം ഈ ബോട്ടം ലെയറിൻ്റെ അടിയിൽ ആരുണ്ട്? അവിടെ സോളിഡാണ്. സോളിഡിൻ്റെ ഫ്രിക്ഷൻ വളരെ കൂടുതലാണ്. ആരെക്കാളും കൂടുതലാണ്? ഈ ലിക്വിഡിനേക്കാളും കൂടുതലാണ് സോളിഡിൻ്റെ ഫ്രിക്ഷൻ. അതുമാത്രമല്ല, ഈ സോളിഡ് പാർട്ടിക്കിളാണെങ്കിൽ നമ്മളുടെ ഈ ലിക്വിഡ് അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡ് ആണെങ്കിൽ അറ്റാച്ച് ചെയ്യപ്പെടും. സോ ഇവിടെയാണെങ്കിൽ ബോട്ടം മോസ്റ്റ് ലെയറിലെ ഏറ്റവും ബോട്ടം ഭാഗത്താണെങ്കിൽ ഫ്ലൂയിഡ് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ വെലോസിറ്റിൻ്റെ വാല്യൂ ഏകദേശം 0 ആയിരിക്കും. ഇവിടുത്തെയാണ് ബോട്ടം ലെയറിൻ്റെ ഏറ്റവും അടിയിലെ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി ഏകദേശം 0യ്ക്ക് തുല്യമായിരിക്കും. സോ ഇവിടുത്തെ വെലോസിറ്റി നമുക്ക് V എന്നെടുക്കാം. അപ്പർ മോസ്റ്റ് വെലോസിറ്റി V ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബോട്ടം മോസ്റ്റ് വെലോസിറ്റി എത്രയായിരിക്കും? ഏകദേശം 0 ആയിരിക്കും. സോ ഈ രീതിയിലാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വെലോസിറ്റി കാണിക്കുന്നത് എവിടെയാണ്? ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിലാണ് ഏറ്റവും വലിയ വെലോസിറ്റി. താഴേക്ക് വീഴുന്നതനുസരിച്ച് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഇനി ഫ്ലൂയിഡ് ഒഴുകുന്നത് ഒരു പൈപ്പിലൂടെ ആണെങ്കിലോ. ഇതൊരു പൈപ്പാണ്. ഈ പൈപ്പിലൂടെയാണ് ഫ്ലൂയിഡ് ഒഴുകുന്നതെങ്കിൽ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ വെലോസിറ്റി? നമുക്കറിയാം, പൈപ്പിലാണെങ്കിൽ ലെയർ വരയ്ക്കേണ്ടത് ഇങ്ങനെയായിരിക്കണം. കോൺസെൻട്രിക് സിലിണ്ടേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ ലെയർ വരയ്ക്കുന്നത്. സോ ഇവിടെയാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് ലെയർ, ഇതാണ് സെക്കൻഡ് ലെയർ, ഇതാണ് തേർഡ് ലെയർ. സോ തേർഡ് ലെയറിൻ്റെ വെലോസിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ. കാരണം എന്താണ്? ബാക്കി ലെയേഴ്സ് എല്ലാം സോളിഡിനോട് ഏറ്റവും കൂടുതൽ അറ്റാച്ച് ചെയ്യപ്പെട്ട ലെയേഴ്സാണ്.
സോളിനോട് ഏറ്റവും അകന്നിരിക്കുന്ന ലെയറാണ് നമ്മളുടെ തേർഡ് ലെയർ. സോ അതിൻ്റെ വെലോസിറ്റിയാണ് ഏറ്റവും കൂടുതൽ. ഇനി ഔട്ടർ മോസ്റ്റ് ഭാഗത്തേക്ക് വരുന്നതനുസരിച്ച് വെലോസിറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. കാരണം എന്താണ്? സോളിഡുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് വെലോസിറ്റിൻ്റെ വാല്യൂ ഏകദേശം എന്തായിട്ട് മാറും? അവിടെ 0 ആയിട്ട് മാറും. സോ ഈ ഭാഗത്തെ ഈ ലെയറിൻ്റെ ഏറ്റവും സൈഡിലെ വെലോസിറ്റി ഏകദേശം 0 ആയിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായ ലെയേഴ്സായിട്ടാണ്. എല്ലാ ലെയേഴ്സിനും ഒരേ വെലോസിറ്റി ആയിരിക്കുകയില്ല. ഇത് പറയുമ്പോൾ മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, സ്റ്റഡി ഫ്ലോയിൽ എല്ലാ പാർട്ടിക്കിൾസിനും ഒരേപോലെയല്ലേ വെലോസിറ്റി എന്ന്. അങ്ങനെയല്ല. ഇനി ഇത് സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലെ വെലോസിറ്റി എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇവിടുത്തെ വെലോസിറ്റി 3 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ അത് എപ്പോഴും 3 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. അതിനർത്ഥം എല്ലാ പാർട്ടിക്കിളിനും 3 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റി എന്നല്ല, ഇവിടുത്തെ വെലോസിറ്റിയാണ്, ഈ പോയിന്റിൻ്റെ വെലോസിറ്റിയാണ് 3 മീറ്റർ/സെക്കൻഡ്. ചിലപ്പോൾ ഈ പോയിൻ്റിൻ്റെ വെലോസിറ്റി 2 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. അതിനർത്ഥം എല്ലായ്പ്പോഴും ഈ പോയിന്റിന് സെയിം വെലോസിറ്റി ആയിരിക്കും. അല്ലാതെ സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ എല്ലാ പോയിന്റിലും ഒരേ വെലോസിറ്റി എന്ന് പഠിച്ചു വെക്കരുത്. അത്തരം കോൺസെപ്റ്റ് തെറ്റാണ്. സോ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലെ വെലോസിറ്റിയാണ് കോൺസ്റ്റൻറ്റ്. സോ ഇത്രയും കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? ഫ്ലൂയിഡ് ഒഴുകുന്നത് വ്യത്യസ്തങ്ങളായ പാളികളായിട്ടാണ്. ഓരോ പാളിക്കും വ്യത്യസ്തങ്ങളായ വെലോസിറ്റിയാണ്. ഏറ്റവും താഴെയുള്ള പാളിയുടെ വെലോസിറ്റി ഏകദേശം 0 ആയിരിക്കും. ഇനി ഫ്ലൂയിഡിൻ്റെ ഫ്ലോ എന്നത് ഒരു കണക്കിന് ഒരു ഡീഫോർമേഷൻ ആണെന്ന് പറയാം. നമ്മൾ ഡീഫോർമേഷനെ പറ്റി മുന്നേ ഉള്ള ചാപ്റ്റർ, അതായത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ ഫ്ലൂയിഡ് ആണെങ്കിൽ ഒഴുകുന്നത് ഒരു കണക്കിന് ഒരു ഡീഫോർമേഷനാണ്. അത് സോളിഡിന് സമാനമായ ഒരു ഡീഫോർമേഷനാണ്. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു സോളിഡ് ബോഡി ഉണ്ട്. ഈ സോളിഡ് ബോഡി ഞാൻ ഒരു ഫ്ലോറിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫ്ലോർ. ഈ ഫ്ലോറിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഈ സോളിഡ് ബോഡിയുടെ ബോട്ടം പാർട്ട് നമ്മുടെ ഫ്ലോറുമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അപ്പർ പാർട്ടിൽ ഒരു ഫോഴ്സ് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങോട്ട് പിടിച്ച് തള്ളാൻ പോവുകയാണ്. സോ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇതിന് ഡീഫോർമേഷൻ സംഭവിക്കും. ഇതാണെങ്കിൽ ഇങ്ങനെ ചരിയും. സോ ഇത്തരം ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ന് ഷിയർ ഫോഴ്സ്. സോ ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ഷിയർ ഫോഴ്സ്. കാരണം ഷേപ്പിനെ ചേഞ്ച് ചെയ്യുന്ന ഫോഴ്സാണ് ഷിയർ ഫോഴ്സ്. ഒഴുകുമ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യും. ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന ഫോഴ്സാണ് ഷിയർ ഫോഴ്സ്. ഇവിടെയും നോക്ക്, ബോട്ടം പോയിന്റിലെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അവിടുത്തെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ അധികമില്ല. സോ ബോട്ടം ഭാഗത്ത് വെലോസിറ്റി ഇവിടെയും 0 ആണ്. ഏറ്റവും കൂടുതൽ ഡീഫോർമേഷൻ നടക്കുന്നത് എവിടെയാണ്? അപ്പർ മോസ്റ്റ് ഭാഗത്താണ്. സോ അപ്പർ മോസ്റ്റ് ഭാഗത്ത് ഡീഫോർമേഷൻ വളരെ കൂടുതലാണ്. സോ സോളിഡിൻ്റെ ഷിയർ ഡീഫോർമേഷന് സമാനമായ ഒരു ഡീഫോർമേഷനാണ് ഫ്ലൂയിഡിൽ സംഭവിക്കുന്നത്. സോ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഒരുതരം ഡീഫോർമേഷനാണ്. അത് ആർക്ക് സമാനമാണ്? സോളിഡിൻ്റെ ഷിയർ ഡീഫോർമേഷന് സമാനമായ ഒരു ഡീഫോർമേഷനാണ് ഇവിടെയും. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഷിയർ എന്നാൽ നമുക്കറിയാം, ഷിയർ എന്നാൽ പൊടിയുക എന്നാണ് മീനിങ്. സോ ഷിയറിൻ്റെ മീനിങ് എന്താണ്? പൊടിഞ്ഞു പോവുക. നിങ്ങളുടെ കൈവെള്ളയാണിത്. ഇത് മറ്റ് കൈവെള്ളയാണ്. ഈ രണ്ട് കൈവെള്ളയുടെയും ഇടയിൽ നിങ്ങളൊരു ചോക്ക് വെക്കുക. ഇതൊരു ലെയറാണ്, ഇത് മറ്റൊരു ലെയറാണ്. സോ ഒരു ലെയർ മറ്റൊരു ലെയറിൻ്റെ മുകളിലൂടെ തെന്നി നീങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ചോക്ക് എന്ത് ചെയ്യും? പൊടിയും. അതായത് ലെയറുകൾക്കിടയിലുണ്ടായ ഫോഴ്സ് എന്താണ്? ഷിയർ ഫോഴ്സാണ്. സോ ലെയറുകൾക്കിടയിലുണ്ടായ ഫോഴ്സ് എന്താണ്? ഷിയർ ഫോഴ്സാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്? ഷിയർ ഫോഴ്സിന് തുല്യമായ ഫോഴ്സാണ്. ഇതാണ് ഫ്ലൂയിഡിൻ്റെ ഡീഫോർമേഷന് കാരണം, അല്ലെങ്കിൽ ഇതാണ് ഫ്ലൂയിഡിനെ ഫ്ലോ ചെയ്യിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഡീഫോർമേഷൻ സംഭവിക്കുന്നത് എവിടെയാണ്? അപ്പർ മോസ്റ്റ് ലെയറിലാണ്. ഏറ്റവും കുറഞ്ഞ ഡീഫോർമേഷൻ സംഭവിക്കുന്നത് എവിടെയാണ്? ലോവർ മോസ്റ്റ് ലെയറിലാണ്. ഇനി കരുതുക, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് യൂണിഫോം മോഷനിലാണ്. അതായത് ആ ലെയറിന് ആക്സലറേഷൻ എത്രയാണ്? 0 ആണ്. നെറ്റ് ഫോഴ്സ് എത്രയാണ്? നമുക്കറിയാം, ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ma. എയുടെ വാല്യൂ 0 ആണെങ്കിൽ ഫോഴ്സിൻ്റെ വാല്യൂം 0 ആണ്. പക്ഷെ നമുക്കറിയാം ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, എഫ് എന്ന ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ, ഇല്ലാതാക്കണമെങ്കിൽ എതിരെയാണെങ്കിൽ ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സ് ഏതാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ ഫ്ലൂയിഡ് ആണെങ്കിൽ ഒരു ലെയർ മറ്റൊരു ലെയറിൻ്റെ മുകളിലൂടെ തെന്നി നീങ്ങുമ്പോൾ ലെയറിനിടയിൽ എന്തുണ്ടാകും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആർക്ക് ഈക്വലാണ്? അതിൻ്റെ അപ്ലൈഡ് ഫോഴ്സ് അഥവാ ഷിയർ ഫോഴ്സിന് ഈക്വലാണ്.
അപ്പോൾ ഈ ഫ്രിക്ഷൻ ഫോഴ്സിന് മറ്റൊരു പേരുണ്ട്, അതാണ് വിസ്കസ് ഫോഴ്സ്. സോ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെയാണ്. ആ ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഒരു ഫ്ലൂയിഡിൻ്റെ ഒരു ലെയർ മറ്റൊരു ലെയറിൻ്റെ മുകളിലൂടെ തെന്നി നീങ്ങുമ്പോൾ ലെയറിന് ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് യൂണിഫോം മോഷനിലാണെങ്കിൽ അപ്ലൈഡ് ഫോഴ്സും അതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ വിസ്കസ് ഫോഴ്സും ഈക്വൽ ആയിരിക്കും. സോ അപ്ലൈഡ് ഫോഴ്സിന് വേറെ പേരുണ്ടല്ലോ, എന്താണ്? ഷിയർ ഫോഴ്സ്. സോ ഷിയർ ഫോഴ്സും അതുപോലെ വിസ്കസ് ഫോഴ്സും ഈക്വൽ തന്നെയാണ്. എങ്ങനെയാണെങ്കിൽ ഫ്ലൂയിഡ് ആണെങ്കിൽ ആക്സലറേഷൻ കൂടാതെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ. ഇനി നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. സോളിഡ് ബോഡിയിൽ നമുക്ക് വേണമെങ്കിൽ ഹൂക്സ് ലോ അപ്ലൈ ചെയ്യാം. സോ എന്താണ് ഹൂക്സ് ലോ പറയണത്? ഹൂക്സ് ലോ പറയണത് സ്ട്രെസ് എന്ന് പറയണത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ പ്രൊപ്പോർഷണൽ ഡിസൈൻ മാറ്റാം. സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. ഈ കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈ കേസിൽ, ഏത് കേസിൽ? ഷിയർ ഫോഴ്സിൻ്റെ കേസിൽ നമ്മൾ പറയും ഷിയർ മോഡുലസ് വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ്സിന് പകരം പറയും ഷിയർ സ്ട്രെസ്. എന്താണ്? ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. ഈ ഫോഴ്സ് എന്താണ്? നമ്മൾ കൊടുത്ത ഫോഴ്സ്. ഏരിയ എന്ന് പറഞ്ഞാൽ ഏത് സർഫസിലോട്ടാണോ നമ്മൾ ഫോഴ്സ് കൊടുത്തത് ആ സർഫസിൻ്റെ ഏരിയ. സോ ഇതാണ് നമ്മളുടെ ഏരിയ, ഈ സർഫസിൻ്റെ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഷിയർ മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെയിൻ എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഇതാണ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡെൽറ്റ എൽ. ഈ ലെങ്ത് ആണ് ഒറിജിനൽ ഡയമെൻഷൻ. സോ ഈ സർഫസിൻ്റെ ലെങ്ത് ആണ് ഒറിജിനൽ ഡയമെൻഷൻ. സോ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. സോ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ കഴിയും? ഇതെല്ലാം നമുക്ക് സോളിഡ് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. ഇനി ശ്രദ്ധിക്കണം, ഈ സർഫസിൻ്റെ ഏരിയയാണ് എന്ന് പറയണത്, അതേ സർഫസിൻ്റെ ലെങ്ത് ആണ് എൽ എന്ന് പറയണത്. സോ ഞാൻ രണ്ടും ഒരുപോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഏരിയയും ഈ സർഫസിൻ്റെ ഏരിയയും അതുപോലെ അതിൻ്റെ ലെങ്തുമാണ്. ഇനി ഇതുപോലെ ഹൂക്സുകൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഫ്ലൂയിഡിൽ അപ്ലൈ ചെയ്യാൻ കഴിയുകയില്ല. ഇനി ഫ്ലൂയിഡിലാണെങ്കിൽ നമ്മൾ ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. മാറ്റം ഇതാണ്: സ്ട്രെസ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് സ്ട്രെയിൻ എന്ന് പറയണം. സോ ഇവിടെ എന്ത് സ്ട്രെസ്സാണ്? ഇവിടെ ഷിയർ സ്ട്രെസ്സാണ്. സോ ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയണം. നമുക്ക് നോക്കാം എന്താണ് ഇത് മീൻ ചെയ്യുന്നതെന്ന്. സോ ഷിയർ സ്ട്രെസ് ഇവിടെയാണെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഇവിടെ ആക്ട് ചെയ്യുന്ന അപ്ലൈഡ് ഫോഴ്സാണ്. സോ അപ്ലൈഡ് ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്തത്. അതുപോലെ എന്തുകൊണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സായ വിസ്കസ് ഫോഴ്സും ഉണ്ട്. നമ്മൾ അതിനെപ്പറ്റി പിന്നീട് ഡിസ്കസ് ചെയ്യും. സോ ഇവിടെ അപ്ലൈഡ് ഫോഴ്സാണ് ഇങ്ങോട്ട് ആക്ട് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് ഡീഫോർമേഷൻ സംഭവിച്ചു. ശരിയാണോ? സോ ഇവിടെ നിന്ന് ഫ്ലൂയിഡ് ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് ഡീഫോം ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വല്ല ഡീഫോർമേഷൻ ഉണ്ടായിരുന്നോ? ഇവിടെ ഡീഫോർമേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുപോലെയാണ്, ശരിയല്ലേ? ഇവിടെ ഇരുന്ന ബോഡി ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന പോയിൻ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് ഡീഫോം ചെയ്തു, ഇങ്ങോട്ടേക്ക് മാറി. പക്ഷേ ഈ പോയിന്റ് വല്ല സംഭവിച്ചോ? ഇവിടെ ഒന്നും സംഭവിച്ചില്ല. സോ നമുക്ക് വേണമെങ്കിൽ ഇതിന് തുല്യമായ ഒരു ഫിഗർ ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. കാര്യം മനസ്സിലായോ? ഇതാണ് നമ്മളുടെ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ലെയറിൻ്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ആകെ ലെങ്താണ് എൽ എന്ന് പറയുന്നത്. സോ ഇതാണ് ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഡീഫോം ചെയ്തത്. ഇവിടെ ഇരുന്ന പാർട്ടിക്കിൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു. സോ ഇത്രയും ഡീഫോമേഷൻ സംഭവിച്ചു. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഡെൽറ്റ എൽ എന്ന് പറയാം. ഫ്ലൂയിഡിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡെൽറ്റ എൽ. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇനിയാണെങ്കിൽ ഫോഴ്സ്. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്തത് ഈ സർഫസിലാണ്, അതായത് ലെയറുകൾക്കിടയിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അപ്ലൈഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സും ലെയറുകൾക്കിടയിലാണ് ആക്ട് ചെയ്യുന്നത്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ലെയറുകളുടെ ഏരിയയാണ് എ എന്ന് പറയുന്നത്. ഇവിടെ എടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെയറുകൾക്കിടയിലുള്ള ഏരിയയാണ് എ എന്ന് പറയുന്നത്. സോ സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. ഈ ഫോഴ്സ് എന്താണ്? ഈ ഫോഴ്സാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷിയർ ഫോഴ്സ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഇത് വിസ്കസ് ഫോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് എന്ന് പറയാം. സോ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. എന്താണ് ഏരിയ എന്ന് പറഞ്ഞാൽ? ലെയറുകൾക്കിടയിലുണ്ടായ ഫോഴ്സ് എവിടെയാണോ അപ്ലൈ ചെയ്തത്, ആ സർഫസിൻ്റെ ഏരിയ എടുക്കുക.
ഫോഴ്സ് എവിടെയാണ്? ലെയറുകൾക്കിടയിലാണ് ഉണ്ടായത്. സോ ലെയറുകൾക്കിടയിലുള്ള ഏരിയ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. എന്താണ് റേറ്റ് എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷിയർ സ്ട്രെയിൻ്റെ റേറ്റ് ഏതാണ്? സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ ആണ്. സോ ഡെൽറ്റ എൽ ബൈ എൽ അതാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ റേറ്റ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. കാര്യം മനസ്സിലായോ? നമുക്ക് വേണമെങ്കിൽ ഈ ഡെൽറ്റ ടി മുകളിൽ കൊണ്ടുപോകാം. സോ ആക്ച്വലി ഇത് ഡെൽറ്റ ടി ഡിവൈഡ് ബൈ 1 ആണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്കെന്ത് കിട്ടും? എഫ് ഡിവൈഡ് ബൈ എ വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു എൽ എന്ന് കിട്ടും. ഈ ഡെൽറ്റ എൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം എന്താണ്? അത് വെലോസിറ്റി ആണ്. സോ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വീണ്ടും തിരുത്താം. ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇതെന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈമിന് പകരം പറയാം വെലോസിറ്റി ഡിവൈഡ് ബൈ ആരുണ്ട്? ലെങ്ത്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് പറയാം എഫ് ഡിവൈഡ് ബൈ എ വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ്. ഈ കോൺസ്റ്റൻ്റ് വിളിക്കേണ്ട പേരാണ് കോ എഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. കോ എഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഇനി ആരുണ്ട് ബാക്കി? വി ഡിവൈഡ് ബൈ എൽ. ഇനി ഈ വി ഡിവൈഡ് ബൈ എൽ എന്താ നോക്കാം. സോ വി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അപ്പർ മോസ്റ്റ് വെലോസിറ്റിയാണ്. ഈ 0 എന്ന് പറയുന്നത് ലോവർ മോസ്റ്റ് വെലോസിറ്റിയാണ്. ആക്ച്വലി വി എന്ന് പറയുന്നത് അപ്പർ മോസ്റ്റ് വെലോസിറ്റി മൈനസ് ലോവർ മോസ്റ്റ് വെലോസിറ്റിയാണ്. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. സോ ഇവിടുത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് വി എന്ന് പറയുന്നത്. ഇനി എൽ എന്ന് പറയുന്നത് ആ രണ്ട് വെലോസിറ്റി തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ശരിയല്ലേ? ഇവിടുത്തെ വെലോസിറ്റിയാണ് വി എന്ന് പറയുന്നത്, ഇവിടുത്തെ വെലോസിറ്റിയാണ് 0 എന്ന് പറയുന്നത്. ഈ രണ്ട് വെലോസിറ്റികൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ രണ്ട് വെലോസിറ്റി വെക്ടർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് എൽ എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് ഗ്രേഡിയൻറ്റ്. സോ എന്താണ്? വെലോസിറ്റി ഡിവൈഡ് ബൈ ലെങ്ത് ആണ്. സോ നമ്മളിതിനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. സോ എന്താണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെലോസിറ്റിയെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത്? ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അതായത് അപ്പർ മോസ്റ്റ് വെലോസിറ്റി മൈനസ് ലോവർ മോസ്റ്റ് വെലോസിറ്റിയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ആ രണ്ട് ചേഞ്ചിന് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എൽ എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. സോ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, അതുപോലെ ഒരു കോൺസ്റ്റൻറ്റും കിട്ടി. നമുക്ക് ഈ കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാണ് കോ എഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഷിയർ സ്ട്രെസ് എഫ് ഡിവൈഡ് ബൈ എ വിച്ച് ഈസ് ഈക്വൽ ടു കോ എഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ ഇൻറ്റു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. കാര്യം മനസ്സിലായോ? നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും കോ എഫിഷ്യൻ്റ് വിസ്കോസിറ്റിയെ മാറ്റി എഴുതാം. കോ എഫിഷ്യൻ്റ് വിസ്കോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡ് ബൈ എ വി എന്ന് കിട്ടും. സോ ഇതൊരു ഇക്വേഷനാണ്. ആര് ഇക്വേഷനാണ്? കോ എഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഇക്വേഷനാണ്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഫോഴ്സിനെ കണ്ടുപിടിക്കാം. എഫ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് എഫ് എന്ന് പറയുന്നത്? അത് ഷിയർ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് ആണ്. സോ എന്താണ് ഇത്? വിസ്കസ് ഫോഴ്സ് ആണ്. വിസ്കസ് ഫോഴ്സ്. സോ വിസ്കസ് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ പറയും? ഈറ്റ എ വി ഡിവൈഡ് ബൈ എൽ എന്ന് പറയും. ശരിയാണോ? സോ ഇത് വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. സോ നമുക്ക് വേണമെങ്കിൽ ജനറലായിട്ട് ഈ ഇക്വേഷൻ ഇങ്ങനെ പറയാം. വിസ്കസ് ഫോഴ്സ് എന്താണ്? വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് ആണെങ്കിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്. ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായ പാളികളായിട്ടാണ്. ഓരോ പാളിക്കും ഓരോ വെലോസിറ്റിയാണ്. ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉള്ളത് അപ്പർ മോസ്റ്റ് ലെയറാണ്. ലോവർ മോസ്റ്റ് ലെയറിൻ്റെ ബോട്ടം ഭാഗത്ത് വെലോസിറ്റി 0 ആണ്. ഒരു ലെയർ മറ്റൊരു ലെയറിൻ്റെ മുകളിലൂടെ തെന്നി നീങ്ങുമ്പോൾ ലെയറുകൾക്കിടയിൽ എന്തുണ്ടാകും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. അപ്പോൾ ഒരു ഫ്ലൂയിഡിന് വിസ്കസ് ഫോഴ്സ് നൽകുവാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ്, അതിൻ്റെ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി. സോ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു പ്രോപ്പർട്ടിയാണ്. സോ എന്തിന് പ്രോപ്പർട്ടിയാണ്? ഫ്ലൂയിഡ് ആണെങ്കിൽ ഒഴുകുമ്പോൾ വിസ്കസ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിസ്കസ് ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ആകുന്നുണ്ട്. ശരിയല്ലേ? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഫ്ലോ എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ആകുന്നുണ്ട്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് നൽകുവാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി.
സോ വിസ്കസ് ഫോഴ്സിന് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സിലുള്ളത്. ഇനി ഈ വിസ്കസ് ഫോഴ്സ് എന്തുമാത്രം വലുതാകണമെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? അത് തീരുമാനിക്കുന്നത് ഈ ഈറ്റയാണ്, കോ എഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. സോ കോ എഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി കൂടുന്നതനുസരിച്ച് ആര് കൂടും? വിസ്കസ് ഫോഴ്സ് കൂടും. സോ വ്യത്യസ്തങ്ങളായ ഫ്ലൂയിഡിന് ആര് വ്യത്യസ്തമാണ്? കോ എഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഇതാണ് ഈറ്റ എന്ന് പറയുന്നത്. ഈ സിമ്പിളിനെ വിളിക്കുന്ന പേരാണ് ഈറ്റ. സോ ഈറ്റൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ആര് കൂടും? വിസ്കസ് ഫോഴ്സ് കൂടും. വ്യത്യസ്തങ്ങളായ ഫ്ലൂയിഡിന് ഈറ്റൻ്റെ വാല്യൂ വ്യത്യസ്തമാണ്. ഇനി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമ്മൾ ഫ്ലൂയിഡിനെ എടുത്ത് ചൂടാക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, തണുത്തുറഞ്ഞ എണ്ണയാണെങ്കിൽ ചൂടാക്കുകയാണ്. നമുക്കറിയാം തണുത്തുറഞ്ഞ എണ്ണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒഴുകാൻ നന്ന പ്രയാസമാണ്. അതായത് അതിന് വിസ്കോസിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിസ്കസ് ഫോഴ്സ് കൂടുതലാണ്, അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി കൂടുതലാണ്. നമ്മളത് ചൂടാക്കിയാലോ? ചൂടാക്കി കഴിഞ്ഞാൽ അത് നന്നേ പെട്ടെന്ന് ഒഴുകും. അതായത് അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ കുറഞ്ഞു, അല്ലെങ്കിൽ വിസ്കോസിറ്റി കുറഞ്ഞു, അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് കുറഞ്ഞു, അല്ലെങ്കിൽ കോ എഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി കുറഞ്ഞു. സോ ചൂടാക്കുന്നതനുസരിച്ചോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് മാറുന്നതനുസരിച്ചോ ആർക്ക് മാറ്റമുണ്ടാകും? ഈറ്റയ്ക്ക് മാറ്റമുണ്ടാകും. സോ നമുക്ക് വേണമെങ്കിൽ വിസ്കസ് ഫോഴ്സിനെ ഇങ്ങനെ പറയാം: വിസ്കസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് പറയാം? ഏരിയ. ലെയറുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഏരിയയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് വിസ്കസ് ഫോഴ്സ്. ഇനി പറയാം വിസ്കസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കസ് ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻ്റ്. സോ വിസ്കസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻ്റ്. നമുക്ക് ഈ രണ്ട് ഇക്വേഷനെ കമ്പൈൻ ചെയ്യാം. എഫ് പ്രൊപ്പോർഷണൽ ടു എ ഇൻറ്റു വി ബൈ എൽ. ഇനി പ്രൊപ്പോർഷണൽ ഡിസൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ഇൻറ്റു എ വി ഡിവൈഡ് ബൈ എൽ. സോ ഇതാണ് വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. മനസ്സിലായോ? ആക്ച്വലി ഈ ഇക്വേഷൻ എവിടുന്നാണ് വന്നത്? ഇതെല്ലാം വന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഷിയർ സ്ട്രെസ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് എന്ന ഇക്വേഷനിൽ നിന്നാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ കോ എഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ഈറ്റയുടെ ഡയമെൻഷൻ എത്രയാണ്? നമുക്കറിയാം ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് എഫ് എൽ ഡിവൈഡ് ബൈ എ വി ആണ്. എഫ് എൽ ഡിവൈഡ് ബൈ എ വി ആണ്. നമുക്കിതിൻ്റെ ഡയമെൻഷൻ പറയാം. എഫിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ ടി റേസ് ടു -2 ആണ്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ആണ്. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ലെയറിൻ്റെ തിക്നെസ് ആണ്. ശരിയല്ലേ? ഈ ഫ്ലൂയിഡിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ലെയറിൻ്റെ തിക്നെസ് ആണ്, ഈ കട്ടിയാണ് എൽ എന്ന് പറയുന്നത്. ഇനി എ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ആണ്. ഇനി എ എന്താണ്? ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകുകയാണ്, ആ ലെയറിൻ്റെ ഏരിയയാണ്, ഈ ലെയറിൻ്റെ ഏരിയ എന്നാണ് എ എന്ന് പറയുന്നത്. സോ ആണ് എൽ സ്ക്വയർ ഇൻറ്റു വെലോസിറ്റി, ലെയറിൻ്റെ വെലോസിറ്റി എത്രയാണ്? അത് എൽ ടി റേസ് ടു -1 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? ഇവിടെ ഇരിക്കുന്ന ഈ എൽ സ്ക്വയറും ഈ എൽ സ്ക്വയറും ക്യാൻസലാകും. ശരിയല്ലേ? ഇനി ഈ ടി റേസ് ടു -2ഉം ഈ ടി റേസ് ടു -1ഉം ക്യാൻസലാകും. സോ ഇവിടെ ടി റേസ് ടു -1 എന്ന് വരും. ഈ എല്ല് മുകളിൽ പോവും. സോ എം എൽ റേസ് ടു മൈനസ് വരും, ടി റേസ് ടു -1 എന്ന് വരും. സോ ഇതാണ് ഈറ്റയുടെ കോ എഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ. ഇനി നമുക്ക് കോ എഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റിനെ പരിചയപ്പെടാം. കോ എഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിക്ക് വ്യത്യസ്തങ്ങളായ യൂണിറ്റ് ഉണ്ട്. നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണെന്ന്. സോ എന്താണ്? എഫ് എൽ ഡിവൈഡ് ബൈ എ വി ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്ടൺ ആണ്. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഡിവൈഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, അത് മീറ്റർ സ്ക്വയർ ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഈ മീറ്ററും ക്യാൻസലായി. സോ നമുക്ക് കിട്ടും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി സെക്കൻഡ് മുകളിൽ വരും. സോ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. സോ ഇതൊരു യൂണിറ്റ് ആണ്. സോ എസ് ഐ യൂണിറ്റ് ആണ് എന്ത്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇനി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പാസ്കൽ, പ്രഷറിൻ്റെ യൂണിറ്റ്. ശരിയല്ലേ? സോ നമുക്ക് പറയാം പാസ്കൽ സെക്കൻഡ്. സോ പാസ്കൽ സെക്കൻഡ് വേറൊരു എസ് ഐ യൂണിറ്റ് ആണ്. ഇനി പാസ്കൽ സെക്കൻഡിന് മറ്റൊരു പേരുണ്ട്, പോയിസെല്ലി. POISEUILLE, പോയിസെല്ലി. നമ്മളതിനെ PL എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി പോയിസെല്ലിക്ക് മറ്റൊരു പേരുണ്ട്, ഡെക്കാ പോയിസി. ഡെക്കാ പോയിസി, POISE. സോ 1 ഡെക്കാ പോയിസി എന്ന് പറഞ്ഞാൽ എന്താ? ഡെക്ക എന്ന് പറഞ്ഞാൽ 10 എന്നർത്ഥം. സോ 10 പോയിസിയെ വിളിക്കേണ്ട പേരാണ്.
10 പോയിസി വിളിക്കുന്ന പേരാണ് 1 ഡെക്കാ പോയിസി. ആ 1 ഡെക്കാ പോയിസിക്ക് നമുക്ക് പറയാം പോയിസെലി എന്ന് പറയാം. ആ പോയിസെലി തന്നെയാണ് പാസ്കൽ സെക്കൻഡ്, അത് തന്നെയാണ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇങ്ങനെ ധാരാളം യൂണിറ്റുകൾ ഉണ്ട് ആർക്ക്? നമ്മളുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിക്ക്. ഇതോടുകൂടി നമ്മളുടെ NCERT പുസ്തകത്തിലുള്ള എല്ലാത്തരം കോൺസെപ്റ്റുകളും വിസ്കോസിറ്റി സംബന്ധിക്കുന്ന എല്ലാത്തരം കോൺസെപ്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ കോൺസെപ്റ്റുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.